വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ലോകപ്രസിദ്ധനായ മനഃശാസ്ത്ര വിദഗ്ധനായ ട്രാൻസാക്ഷണൽ അനാലിസിസ് TA സൈക്കോളജിയുടെ ഉപജ്ഞാതാവുമായിട്ടുള്ള ഡോക്ടർ എറിക് ബേൺ അദ്ദേഹത്തിൻ്റെ TA സൈക്കോളജിയിൽ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പറയുന്ന നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പീപ്പിൾ ക്യാൻ തിങ്ക് എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടെയാണിത്. ഭർത്താവും ഭാര്യയും മക്കളും അടക്കം ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഭാര്യയുടെയും മക്കളുടെയും അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ അഭിപ്രായം പറയുവാനും വിഷയങ്ങളിൽ ഇടപെടുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ഭാര്യയ്ക്കും ഐ ആം റിയലി നീഡഡ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ബോധമുണ്ടാവുകയും ഒരു ചിന്ത ഉണ്ടാവുകയും അത് അവർ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതുമായിരിക്കും. ഭർത്താവിന് ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞ് നീ അങ്ങനെയാണ്, ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് ആൻഡ് ദിസ് എന്നൊക്കെ പറയാം. പക്ഷേ ചർച്ചയിൽ ഭാര്യയെ കൂടെ മക്കളെ കൂടെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിന് ആ ഒരു തീരുമാനത്തെ കഴിഞ്ഞും അല്പം കൂടെ റെസ്പോൺസിബിലിറ്റി സെൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഞാനും കൂടെ ചേർന്ന് അഭിപ്രായം പറഞ്ഞ് തീരുമാനമെടുത്ത വിഷയമാണിത്. ആ ഒരു ബോധം ഉണ്ടാകുന്നത് കൊണ്ട് റെസ്പോൺസിബിലിറ്റി സെൻസ് ഭാര്യയുടെ ഭാഗത്തു നിന്നും മക്കളുടെ ഭാഗത്തു നിന്നും റെസ്പോൺസിബിലിറ്റി സെൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, ഐ ആം ഓൾസോ റിയലി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഇൻ ദിസ് ഫാമിലി എന്ന് പറയാൻ, ഞാനും ഈ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. ഈ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും എനിക്കും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എന്ന രീതിയിലേക്ക് ഈ ആളുകൾ മാറുന്ന സമയത്ത് ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിലും വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യയ്ക്കും ഒരുപാട് വിഷയങ്ങളിൽ, ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ പുരുഷന്മാരെ കഴിഞ്ഞും വളരെ നല്ല അഭിപ്രായം പറയാൻ കഴിയുന്ന ഭാര്യമാരുണ്ട്. പക്ഷെ അവർക്ക് അവസരം കൊടുത്താൽ മാത്രമേ അത്തരം അഭിപ്രായങ്ങൾ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു തവണ എൻ്റെ ഒരു സുഹൃത്ത്, കല്യാണം കഴിഞ്ഞ ഒരു അധ്യാപകൻ, സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 മാസം ആയപ്പോഴത്തേക്കും ഭാര്യയുമായി പിണങ്ങിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ദിവസം തുടർച്ചയായ അവധി കിട്ടിയ സമയത്ത് ഞാൻ ഭാര്യയുടെ അടുത്തിട്ട് പോയി പറഞ്ഞു, എടി നമുക്ക് ടൂറ് പോകാം, ഊട്ടിയിലേക്ക് ടൂറ് പോകാം, നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നാളെ തന്നെ പോകാം, രാവിലെ പോകാം, ഒരു 5 മണിക്ക് യാത്ര പുറപ്പെടണം, ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നീ റെഡിയാക്കി വെക്കണം, നാളെ പോകാം. വളരെ പ്രതീക്ഷയോടുകൂടെ ഭാര്യയുടെ അടുത്ത് വന്ന് ഭാര്യ വളരെ സന്തോഷത്തോടു കൂടെ തുള്ളിച്ചാടും എന്നൊക്കെ വിചാരിച്ചു കടന്നു ചെന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഭാര്യ നിസ്സംഗമായ ഒരു മൗനമായിരുന്നു. അവസാനം പറഞ്ഞു, നമുക്ക് പോകാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നമ്മൾ ഊട്ടിക്കാണ് പോകുന്നത്, നമുക്ക് ഊട്ടിയിൽ പോയി അവിടെ താമസിച്ച് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭാര്യ പറഞ്ഞു, പോകാം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞ് 2ഉം പറഞ്ഞ് 3ഉം 4ഉം ഒക്കെ പറഞ്ഞ് അവർ തമ്മിൽ പിണങ്ങുകയും ആ യാത്ര നടക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ ഭാര്യയുമായി സംസാരിച്ച സമയത്ത് ഭാര്യ പറഞ്ഞു, സാർ, ഞാനും BEd കഴിഞ്ഞിട്ടുള്ള, എനിക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനോട് എന്നോടൊരു അഭിപ്രായം ചോദിക്കാമായിരുന്നു. എനിക്ക് ഊട്ടിയിലേക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്വഭാവമാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്വഭാവമാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ, ആ ആഴ്ച മുതൽ ഞാൻ കാണുന്നതാണ്. എല്ലാ വിഷയങ്ങളും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ല ബാധി എന്നൊക്കെ പലപ്പോഴും സ്നേഹത്തോടെ പറയുമെങ്കിലും ആ നല്ല ബാധിത്വം തീരുമാനങ്ങളിൽ ഒരിക്കലും പ്രകടമാവാറില്ല എന്ന് ആ ഭാര്യ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു. ഈ വിഷയത്തിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? അദ്ദേഹം ലീവ് 3 ദിവസം കിട്ടിയെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഭാര്യയുടെ അടുത്ത് വന്ന്, എടി എനിക്ക് 3 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? എവിടെയെങ്കിലൊക്കെ യാത്ര പോകുന്നത് എനിക്ക് ഇഷ്ടമാണോ? ഭാര്യ പറയും, മനുഷ്യ, യാത്ര പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ എവിടെ പോവാം? അത് നിങ്ങൾ പറ, അല്ല നീ ഒരു അഭിപ്രായം പറ. അല്ല മനുഷ്യ, നിങ്ങൾ പറ. അതെന്നാൽ പിന്നെ ഊട്ടിക്ക് പോയാലോ? ഊട്ടിക്ക് പോകാം. ഊട്ടി കൊള്ളാം. ഓക്കെ, ഊട്ടി പോകാം. നമുക്ക് യാത്ര പോകാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, രാവിലെ പോകാമോ? ഒരു 5 മണിക്കൊക്കെ യാത്ര സെറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാവും, കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനും കൂടാം.
ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ പറയും മനുഷ്യ ഊട്ടി തന്നെ 5 മണിക്കല്ല 2:45 വേണമെങ്കിൽ ഭാര്യ റെഡി ആയിരിക്കും. കാരണം ആ തീരുമാനത്തിൽ ഭാര്യയ്ക്ക് കൂടി പങ്കാളിയാക്കി ഭാര്യയ്ക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനം ആ ഭർത്താവ് കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും പീപ്പിൾ ക്യാൻ തിങ്ക്, അവർ വൈഫ് ക്യാൻ തിങ്ക്, അവർ കിഡ്സ് ക്യാൻ തിങ്ക്. അവർക്കൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ചില വിഷയങ്ങൾ നമ്മളെക്കാളും ഭംഗിയായി. അപ്പോൾ ആ വിഷയത്തിലുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വാലിഡേഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരസ്പരമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി സെൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള കുടുംബമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.